ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സുകാരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതായത് പരീക്ഷയ്ക്ക് ഇനി അവർക്ക് അധികം സമയമില്ല. അപ്പോൾ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്നുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. വെറും 2 മിനിറ്റ് കൊണ്ട് ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് വേഗത്തിൽ നോക്കിയാലോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ലോക ചരിത്രത്തിലെ തന്നെ ഒരു സുപ്രധാനമായ അധ്യായമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. 18ാം നൂറ്റാണ്ടിലെ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ബ്രിട്ടീഷുകാർ 13 കോളനികൾ സ്ഥാപിച്ചിരുന്നു. ഈ കോളനികളുടെ മേൽ ബ്രിട്ടൻ അടിച്ചേൽപ്പിച്ച ചൂഷണങ്ങൾക്കെതിരെ നടന്ന ഒരു പോരാട്ടമാണ് അമേരിക്കൻ വിപ്ലവമായി മാറിയത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് മെർക്കന്റലിസം. എന്താണ് മെർക്കന്റലിസം എന്ന് നോക്കാം. കോളനികളെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ ലാഭത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാമ്പത്തിക നയമായിരുന്നു ഇത്. ഇതിന്റെ ഭാഗമായി എന്ത് ചെയ്തു? കർശനമായ വ്യാപാര നിയമങ്ങൾ ബ്രിട്ടൻ അമേരിക്കയുടെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇത് ഒരു കാരണമായി മാറി. മറ്റൊന്നാണ് നികുതി നിയമങ്ങൾ. അതായത് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ യുദ്ധ ചെലവുകൾ നികത്താൻ വേണ്ടിയിട്ട് സ്റ്റാമ്പ് ആക്ട്, ഷുഗർ ആക്ട് തുടങ്ങിയ പുതിയ നികുതികളൊക്കെ ബ്രിട്ടൻ നടപ്പിലാക്കി. എന്താണ് സ്റ്റാമ്പ് ആക്ട്, ഷുഗർ ആക്ട് എന്നൊക്കെ നിങ്ങൾക്കറിയാം, ഞാനത് പറയുന്നില്ല, ചുരുക്കി പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രതിഷേധ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ എന്നുള്ളത്. ഈ മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ തങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്തതിനാൽ നികുതി നൽകില്ലെന്ന് കോളനിക്കാർ പ്രഖ്യാപിച്ചു. അമേരിക്കൻ വിപ്ലവവുമായി നടന്നിട്ടുള്ള അമേരിക്കൻ വിപ്ലവത്തിലെ ഒരു നിർണായക സംഭവമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമുക്ക് നോക്കാം. തേയിലയുടെ മേൽ, അതായത് നമ്മുടെ ചായപ്പൊടി ഉണ്ടല്ലോ, ഈ തേയിലയുടെ മേൽ അമിത നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് റെഡ് ഇന്ത്യൻ വേഷധാരികളായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ അമേരിക്കയിലെ ബോസ്റ്റൺ തുറമുഖത്ത് നിർത്തിയിട്ടിരുന്ന ഇംഗ്ലണ്ടിന്റെ കപ്പലിലെ തേയിലപ്പെട്ടികൾ കടലിലെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അങ്ങനെ ദീർഘനാളത്തെ യുദ്ധത്തിനൊടുവിൽ 1781 ബ്രിട്ടീഷ് സേന കീഴടങ്ങുകയും 1783 പാരീസ് ഉടമ്പടി പ്രകാരം ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. ഇത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് വലിയ ആവേശം പകരുകയും അമേരിക്ക എന്നൊരു പുതിയൊരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിന് വഴിതെളിക്കുകയും ചെയ്തു. 1783 പാരീസ് ഉടമ്പടി. വർഷം കറക്റ്റായിട്ട് ഓർത്തു വെക്കണം. ആ ഒരു ഉടമ്പടി പ്രകാരം ബ്രിട്ടനിലെ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അംഗീകരിച്ചു. പിന്നെ അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്ക തയ്യാറാക്കി. ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായി. ഈ വിപ്ലവം പിന്നീട് ഫ്രഞ്ച് വിപ്ലവത്തിനും ലോകമെമ്പാടുമുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്കും വലിയ ആവേശമായി മാറുകയും ചെയ്തു. ഇതാണ് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചുള്ള വളരെ ചെറിയ രൂപത്തിലൊരു വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.